യുസിക്ക് ഷിഡിനെ അത്രത്തോളം ഇഷ്ടമായിരുന്നോ? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഷോയിലൊക്കെ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്? ഞങ്ങളും നീ പണ്ട് പങ്കെടുത്ത ഒരു ഷോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിക്കൊക്കെ കമന്റ്സ് വരുമ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഷിന്നിന്റെ ഒപ്പം ഒരു പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഞാനും അവളെ സ്നേഹിച്ചത്. എന്തായാലും ഞാൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു ഷോയ്ക്ക് അവസാനിക്കുന്ന സമയത്ത് ഷെന്നും എന്റെ സ്നേഹമൊക്കെ തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് യൂസിയും ഇരിക്കുന്നു. ശരിക്കും ഷെന്നും ലൂവും സ്നേഹത്തിലാണെന്ന് എല്ലാം തന്നെ അവൻ അറിയാമെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രേക്ഷകരുടെ അടുത്ത് തുറന്നു പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടായിരുന്നു അവനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്തുകൊണ്ടാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള കാരണമെന്നൊക്കെ പ്രേക്ഷകരും സായോടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇത് പഴയ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുന്ന രീതിക്കുള്ള ഒരു ഷോ കൂടിയാണല്ലോ. എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്റെ പഴയ ഓർമ്മകളെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ഒന്നും കൂടി കാണുവാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഞാനും ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സായോയും പറയുന്നു. ഇപ്പോൾ കുറച്ച് ഫ്ലാഷ് ബാക്സ് ഒക്കെ കാണിക്കുകയാണ്. അതിലെ ആദ്യത്തേതായിട്ട് കാണിക്കുന്നത് ഒരു റിസൾട്ട് ഒക്കെ വന്ന ദിവസമായിരുന്നു. അതായത് ഷെൻ പഠിക്കുവാനായിട്ട് സ്കൂളിൽ എത്തിയതിനു ശേഷമുള്ള ഒരു റിസൾട്ട് ഒക്കെയാണ് ഇത്. ഇത്രയും കാലമായിട്ട് സിയോനായിരുന്നു ഒന്നാം റാങ്ക് ഉണ്ടായിരുന്നത്. രണ്ടാം റാങ്ക് ആക്കട്ടെ സായുവിക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഷെൻ ഇവിടെ പഠിക്കുവാനായിട്ട് എത്തിയത് കൊണ്ട് തന്നെ ഒന്നാം റാങ്ക് ഷെന്നിന് പോയി, രണ്ടാം റാങ്ക് സിയോന് പോയി. ഇപ്പോൾ മൂന്നാം റാങ്ക് മാത്രമാണ് സായോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും തന്നെ ഷെന്നിനെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നതായിരുന്നു അവളും കേട്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും തന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പിയാനോ ഒക്കെ വായിക്കുവാനായിട്ട് അവളും പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഈ ഒരു സമയത്താണ് സാറും അവളെ കാണുവാനായിട്ട് എത്തുന്നത്. എല്ലാ തവണയും ആനിവേഴ്സറിക്ക് പിയാനോ ഒക്കെ വായിക്കുന്നത് അവൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ സാറിനെ കാണുന്ന സമയത്ത് അവളും സംസാരിക്കുന്നു. ഞാൻ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്കും ഇത്തവണ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും സ്കൂളൊക്കെ അവസാനിച്ചതിന് ശേഷം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് ഞാനും 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് പിയാനോ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ സാറും ധൈര്യമായിട്ടൊക്കെ ഇരിക്കണമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആനിവേഴ്സറിക്ക് എല്ലാവർക്കൊന്നും പിയാനോ വായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ക്ലാസ്സിൽ നിന്നും ഒരാൾക്ക് മാത്രമേ പിയാനോ വായിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഷെന്നിനെ ഇത്തവണ വിട്ടാലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഷെന്നിന് ക്ലാസ്സിൽ തന്നെ പഠിത്തത്തിലൊക്കെ ഒന്നാം സ്ഥാനമുണ്ട്. അതുകൂടാതെ അവൾ ഏതൊക്കെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും അവൾ ഒന്നാം സ്ഥാനം മേടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിയാനോ ഒക്കെ വായിക്കുവാനായിട്ട് നിന്നേക്കാളും മികച്ചത് ഷെൻ തന്നെ ആയിരിക്കും. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിന് ഒന്നാം സ്ഥാനം കിട്ടിയേ മതിയാകൂ. നീ ഒന്ന് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെന്നിന് ഒന്നാം സ്ഥാനമൊക്കെ മേടിക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ക്ലാസ്സിന്റെ നല്ലതല്ലേ നീയും ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ സാർ ചോദിക്കുമ്പോഴത്തേക്കും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ പോലും അവളും അവൾക്ക് കിട്ടേണ്ടിയിരുന്ന അവസരം എല്ലാം തന്നെ ഷെന്നിനും കൊടുക്കുവാനായിട്ട് തയ്യാറാക്കുന്നു. ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കായിരുന്നു ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. സോ സയോയും അതുപോലെ തന്നെ ഷെന്നും കൂടി ഒന്നിച്ചായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതും. പക്ഷെ അവിടെ വെച്ചായിരുന്നല്ലോ ലൂവും ഷെന്നിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ട് സയോക്ക് കൂടുതൽ ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നതും. സയോയും ഇപ്പോൾ ദേഷ്യമെല്ലാം തരം മനസ്സിൽ വെച്ചുകൊണ്ട് പുറമേക്ക് സന്തോഷിക്കുകയാണ് ഇരിക്കുന്നത്. എന്റെ പഴയ ഫ്രണ്ട്സിനെ കാണുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നും എനിക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവരെയും കണ്ടപ്പോൾ തോന്നിയതെന്നുമൊക്കെ അവളും പറയുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു സെലിബ്രേഷൻ ഒക്കെ വെച്ചിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഷോയിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഒക്കെ ഈ ഒരു ഷോയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അവരും കേക്കൊക്കെ മുറിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് ക്വിന്നിനെ തല്ലുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന സിഒ തിരിച്ച് ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡിനെയും തല്ലുന്നു. അങ്ങനെ അവിടെ മൊത്തത്തിൽ പ്രശ്നമാക്കുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഷെന്നും എല്ലാവരോടും ക്യാമറ ഒക്കെ ഓഫ് ചെയ്യുവാനായിട്ട് അപ്പോൾ തന്നെ പറയുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ക്വീനിന്റെ എക്സ് ഹസ്ബൻഡിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സായോ തന്നെ ആയിരുന്നു. സായോയും അവനെ വിളിച്ചു വരുത്തി സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതും. ക്വീൻ നിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളുടെ മനസ്സിൽ മറ്റൊരാളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിന്നെ അവൾ ഒരിക്കൽ പോലും സ്നേഹിക്കാതൊക്കെ ഇരുന്നതും. അവൾ ശരിക്കും നിന്നെ യൂസ് ചെയ്യുകയായിരുന്നു. നീയും അത് മനസ്സിലാക്കാതൊക്കെ അവളെ ഒരുപാട് സ്നേഹിച്ചു. അവളാകട്ടെ ഇപ്പോൾ എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവളും ഒരാളെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാളുമായിട്ട് ഒരു ഷോയിലൊക്കെ പങ്കെടുക്കുകയാണ്. അങ്ങനെ അവരും വിവാഹമൊക്കെ കഴിക്കുന്നതായിരിക്കും. പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ നിനക്ക് മാത്രമാണ്. നിനക്ക് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടായിരുന്നതല്ലേ, ആ ഒരു ജീവിതമല്ലേ നിനക്ക് നഷ്ടപ്പെട്ടത്. അവളും നിന്നെ ഡിവോഴ്സ് ചെയ്തു പോയി. അത് കൂടാതെ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഷെൻ നിന്റെ ജോലി പോലും കളഞ്ഞു. നീ കുഞ്ഞിനെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കമ്പനിയിൽ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടായിരുന്നു നിനക്കും ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിനക്ക് പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. നീ ഷോ ഒക്കെ കുളമാക്കണം. അതിന് ഷോ ലൈവായിട്ടൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നീ എത്തണമെന്ന് പറഞ്ഞ് സയോ ആയിരുന്നു
ഇതുപോലെ ഷോ നടക്കുന്ന സമയവും സ്ഥലവും എല്ലാം തന്നെ എക്സ് ഹസ്ബൻഡിനെയും കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ അവിടെ എത്തിയിട്ട് ആകെ മൊത്തം വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നോ, പക്ഷെ നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. എന്റെ ലൈഫ് തന്നെ ഞാൻ നിനക്ക് വേണ്ടി നൽകിയില്ലേ? നിനക്ക് ആദ്യമേ ഇവനെ ആയിരുന്നു ഇഷ്ടമെങ്കിൽ നീ പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? എന്റെ ലൈഫ് നശിപ്പിച്ചതെല്ലാം തന്നെ നീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും ആകെ വയലന്റ് ആകുന്നു. എന്തായാലും എക്സ് ഹസ്ബൻഡിനെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഷെന്നിനെ കണ്ടിട്ടുണ്ടായിരുന്ന അയാളും നീയല്ലേ എന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നത്, നിനക്കും ഞാൻ നല്ല പണിയൊക്കെ നൽകുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ എല്ലാവരും കൂടി നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. എൻട്രൻസിലെല്ലാം തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കൃത്യമായി തന്നെ എക്സ് ഹസ്ബൻഡ് അകത്ത് കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ മറ്റാരോ ഉണ്ട്, നമ്മുടെ ടീമിലുള്ള ആരോ ഒരാൾ അയാളെ ഉറപ്പായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ ഷെന്നും ഉറപ്പ് പറയുന്നു. പിന്നെ അവര് ലൈവായിട്ടൊക്കെ ആയിരുന്നല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സൈറ്റ്മെന്റ് വന്ന സമയത്ത് തന്നെ ക്യാമറയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ അവസാനമായിട്ട് ചില സീൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു സീൻസ് എല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ടീമും അവളെ അറിയിക്കുന്നു. ആ ചെറിയ സീൻസ് ഒക്കെ കുറെ അധികം വീഡിയോസ് ഒക്കെ ആയിട്ട് വരയ്ക്കും. അതുപോലെ തന്നെ പല ആർട്ടിക്കിൾസ് ഒക്കെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അവരും പറയുകയാണ്. ഈ ഒരു സമയത്താണ് അവർക്കും ഒരു വീഡിയോ ഒക്കെ കിട്ടുന്നത്. ആ വീഡിയോയിലാകട്ടെ കൃത്യമായി തന്നെ ഷെന്നിന്റെ എക്സ് ഹസ്ബൻഡ് വന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തന്നെ വ്യക്തമായിട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രല്ല അത് അത്യാവശ്യം വലിയൊരു യൂട്യൂബർ തന്നെയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത് നമ്മുടെ ക്യാമറയിൽ നിന്നും എടുത്തതായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല എന്ന് ഷെന്നും പറയുകയാണ്. അതിനർത്ഥം മറ്റാരോ ഒരാൾ മനഃപൂർവ്വമായിട്ട് തന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കുമെന്നൊക്കെ അറിഞ്ഞിട്ട് അവിടെ നേരത്തെ തന്നെ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ അവളും സംശയിക്കുന്നു. ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡിനെ സിയു തല്ലിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്ന രീതിക്ക് സിയും ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. അത് കണ്ട ഉടനെ തന്നെ പ്രേക്ഷകരും പല രീതിക്കാണ് പ്രതികരിക്കുന്നത്. അതായത് ഈ ഒരു കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റൊക്കെ ചെയ്തത് ക്വിന്നാണ്. അവളും അവളുടെ എക്സ് ഹസ്ബൻഡിനെ ചതിച്ചതിന് ശേഷമാണ് നിന്റെ പ്രണയത്തേക്ക് യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളാണ് ശരിക്കുമുള്ള കുറ്റക്കാരി എന്ന രീതിക്കൊക്കെയാണ് കമന്റ്സും വരുന്നത്. നേരത്തെ ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡ് ഉപദ്രവിച്ചതിന് ശേഷം വീണ്ടും ക്വിന്നിനെ കാണുവാനായിട്ടൊക്കെ അവളെ തേടി പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നല്ലോ ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡിനെ പേടിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീൻസ് എല്ലാം തന്നെ ഒരു CCTVയിലൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വീഡിയോ കൃത്യമായി തന്നെ പബ്ലിഷ് ആക്കുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ എക്സ് ഹസ്ബൻഡ് വളരെയധികം പാവമായിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ അവരെ ഉപദ്രവിക്കാനായിട്ട് ഒന്നും തന്നെ വീഡിയോയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ലോയും ടീമും ഒക്കെ ആയിരുന്നു വളരെ വയലന്റ് ആയിട്ടൊക്കെ അയാളുടെ അടുത്തും പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ശരിക്കും എക്സ് ഹസ്ബൻഡ് പാവമാണെന്നും ബാക്കിയുള്ള ആൾക്കാരാണ് ദുഷ്ടന്മാരെന്നുമൊക്കെ പ്രേക്ഷകരും വിചാരിക്കുകയാണ്. ഇപ്പോൾ ഷെന്നും ലൂവും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഷെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് കൃത്യസമയത്ത് നമ്മുടെ ലൈവ് സ്ട്രീം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരു ക്യാമറ ഉണ്ടായിരുന്നു. ക്വിന്നിന്റെ എക്സ് ഹസ്ബൻഡ് അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള ഏതോ ഒരാളായിരുന്നു ആ ഒരു ക്യാമറ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ എക്സ് ഹസ്ബൻഡിനെ അവിടെ നിന്നും പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു വീഡിയോ ഒക്കെ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരിക്കലും എക്സ് ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ഇതൊക്കെ തന്നെ ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. നമ്മുടെ ടീമിലുള്ള ഏതോ ഒരാൾ അവന് ഉറപ്പായിട്ട് സഹായിക്കുന്നുണ്ട്. അയാളായിരുന്നു ഇതിനെല്ലാത്തിനും പിന്നിൽ. നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിന്ന് അയാളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഷെന്നും പറയുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.